ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ മലയാള സിനിമ ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത കളങ്കാവൽ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയായ 3ാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, ശ്രുതി രാമചന്ദ്രൻ, രജിഷ വിജയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ ആദ്യ ദിവസവും 2ാം ദിവസവും മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരുന്നത്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആദ്യ ദിവസം 2,25 ലക്ഷം രൂപയും 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 1,89 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് 2,17 ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം ഈ സിനിമ കേരളത്തിൽ 4,92 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 5,02 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി അങ്ങനെ നേടിയെടുത്തിരിക്കുന്നത് 9,94 ലക്ഷം രൂപയാണ്. 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 32 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 3ാം ദിവസം ഇന്ന് ഞായറാഴ്ചയോടെ 50 കോടി മറികടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ധീരം. ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രഞ്ജി പണിക്കർ, അജു വർഗീസ്, ദിവ്യ പിള്ള, റീബ മോണിക്ക ജോൺ, നിഷാന്ത് സാഗർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 13,30,50,000 രൂപയും 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 12,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 25,80,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. നിലവിൽ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പൊങ്കാല. എ.ബി. ബിനിൽ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീനാഥ് വാസി, ബാബുരാജ്, കിച്ചു ടെല്ലസ്, സമ്പത്ത് റാം, അലൻ സീർ, സുധീർ കരമന, സോഹൻ ശ്രീനിലാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 10,60,000 രൂപയും 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 10,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 20,80,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 30 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ദി റൈഡ്. ഹൃദേശ് മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുധി കോപ്പ, പ്രശാന്ത് മുരളി, ശ്രീകാന്ത് മുരളി, അന്ന ശീതൽ, മാല പാർവതി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 16,80,000 രൂപയും 2ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 19,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് 36,50,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 28 കോടി രൂപയും 2ാം ദിവസം 32 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ 60 കോടി രൂപ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയ സിനിമ 72 കോടി രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരുന്നു. വിദേശ കളക്ഷനായി 18 കോടി ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 90 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 140 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ വമ്പൻ വിജയം നേടിയെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നവംബർ 21 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, മിയാന മോമിൻ, സൗരഭ് സച്ദേവ, വിനീത്, അശോകൻ, ബിനു പപ്പു, നരേൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 20,14 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. സിനിമയുടെ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 40 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി 15 ദിവസം കൊണ്ട് നേടിയെടുത്തിരുന്നത്. ഇനി 16ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഈ സിനിമ കേരളത്തിൽ 46 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 20,60 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 40,50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. ധനുഷ് നായകനായി നവംബർ 28 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേം. കൃതി സെനോ, പ്രകാശ് രാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വളരെ മികച്ച ട്രെൻഡിങ്ങോടെ കളക്ഷനോടെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 46,40,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് 49 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ഇന്ന് ഞായറാഴ്ചയോടെ കേരളത്തിൽ 50 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8 ദിവസം കൊണ്ട് 103,75 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 118 കോടി രൂപയായിരുന്നു. 9ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 7 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 9 ദിവസം കൊണ്ട് 125 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.